സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. പഴയ വാർഡുകളെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിർദ്ദേശത്തിൽ കമ്മീഷൻ ഉറച്ചു നിൽക്കുമെന്നാണ് സൂചന. എന്നാൽ പുതിയ വാർഡുകളെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് വേണമെന്ന നിലപാട് സർക്കാരും സ്വീകരിക്കും. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കോടതി വിധികൾക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിലും ചർച്ചയുണ്ടാകും. പഴയ വാർഡുകളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താനാകൂ എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. പുതിയ പഞ്ചായത്ത് വിഭജനം തടഞ്ഞുകൊണ്ടുള്ള കോടതി വിധി കൂടി പുറത്തുവന്നതോടെ പ്രതിസന്ധി രൂക്ഷമായി. ഈ സാഹചര്യത്തിൽ തുടർ നടപടി എന്താകണമെന്നാലോചിക്കാനാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ചർച്ച നടത്തുന്നത്. കോടതി വിധി കൂടി പുറത്തുവന്നതോടെ പഴയ വാർഡുകളെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പെന്ന വാദം ശക്തമാക്കാനാണ് കമ്മീഷന്റെ നീക്കം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സമയമില്ല. കമ്മീഷൻ നിലപാട് ആവർത്തിക്കും. എന്നാൽ പുതിയ വാർഡ് എന്ന നിലപാടിൽ നിന്നും സർക്കാരും പുറകോട്ടു പോകില്ല. തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷൻ വിഭജനം, പുതിയ പഞ്ചായത്ത് രൂപീകരണം എന്നിവ റദ്ദാക്കിയ കോടതി വിധിയും യോഗത്തിൽ ചർച്ചയാകും. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ അപ്പീൽ പോകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ യോഗത്തിൽ ചർച്ച നടന്നേക്കും. സർക്കാർ അപ്പീൽ പോയാൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നീളുമെന്നാണ് കമ്മീഷന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. ഇക്കാര്യത്തിലും കമ്മീഷന്റെ തീരുമാനം നിർണായകമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.